ഹലോ, വെൽക്കം ടു സൂര്യാസ് വ്ലോഗ്സ്. ഇന്ന് ഗ്വാളിയർ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ജയ്വിലാസ് പാലസിലാണ്. എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും തന്നെ ഓണമൊക്കെ ആഘോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. 300 റുപ്പീസാണ് പാലസിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. വർത്താണ്. പാലസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ റോൾസ് റോയ്സ് ട്രെയിനിൻ്റെ കോച്ചസ് ആണ്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന റോൾസ് റോയ്സ് ട്രെയിനിൻ്റെ കോച്ചസ്. ഇതാണ് ജയ്വിലാസ് പാലസിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. 1874 ഗ്വാളിയാറിന്റെ മഹാരാജാവ് ജിവാജിറാവു സ്കിന്ധ്യ നിർമ്മിച്ച പാലസാണിത്. ഫുൾ ഒരു യൂറോപ്യൻ ആർക്കിടെക്ചറിലാണ് ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്വാളിയാർ ഫോർട്ടില് തടവിലായിരുന്ന പ്രിസണേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് ഈ പാലസിന്റെ ഫുൾ കൺസ്ട്രക്ഷൻ വർക്കും കംപ്ലീറ്റ് ചെയ്തത്. പ്രിൻസ് ഓഫ് വെയിൽസ് കിങ് എഡ്വേർഡിന്റെ ഗ്രാൻഡ് വെൽക്കമിന് വേണ്ടി മഹാരാജാവ് പണി കഴിപ്പിച്ച പാലസാണിത്. പാലസിന്റെ ഗാർഡൻ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാലസിന്റെ ഒരു മേജർ പാർട്ടും ജിവാജിറാവു സ്കിന്ധ്യ മ്യൂസിയമാണ്. 400 പരം റൂംസ് ഈ ഒരു പാലസിനുള്ളിലുണ്ട്. ഇറ്റാലിയൻ മാർബിൾ ഫ്ലോറിംഗ് ആണ്. റെയർ ആയിട്ടുള്ള ആൻറ്റിക് ഐറ്റംസ് ഒരുപാടുണ്ട്. റോയൽ കിച്ചൺ, കട്ട് ഗ്ലാസ് ഫർണിച്ചർ, സ്വിമ്മിംഗ് പൂൾ, ബോട്ട്, സിൽവർ ട്രെയിൻ, അങ്ങനെ 4000 കോടിയുടെ മൂല്യമുള്ളൊരു പാലസാണ് ജയ്വിലാസ് പാലസ്. പാലസിൽ ഫസ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് റോയൽ കിച്ചൺ ഗാലറിയാണ്. കിച്ചൺ ഗാലറിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു ഇൻഡക്ഷൻ സിസ്റ്റമാണ്. പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ഇൻഡക്ഷൻ സ്റ്റൗ സിസ്റ്റമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് പണ്ട് യൂസ് ചെയ്തിരുന്ന പാനും തവയൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. കിച്ചണിലുള്ള ഒരു ഡൈനിങ് സെക്ഷനാണിത്. അതായത് കുക്ക് ചെയ്ത ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സെക്ഷനാണ്. പണ്ട് യൂസ് ചെയ്തിരുന്ന കോപ്പർ പാത്രങ്ങളാണ് ഇതൊക്കെ. ആക്ച്വലി ഈ ഒരു കിച്ചൺ യൂണിറ്റ് 6 സെക്ഷനാണ്. അതായത് കുക്ക് ചെയ്യുന്ന സെക്ഷൻ, ഗ്രില്ല് ചെയ്യുന്ന സെക്ഷൻ, ക്ലീൻ ചെയ്യുന്ന സെക്ഷൻ, ക്രോക്കറി ഐറ്റം സ്റ്റോറേജ് ചെയ്യുന്ന സെക്ഷൻ, അങ്ങനെ ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്ന ഗ്ലാസിൻ്റെ ബോട്ടിൽസ് ആണ്. ഇത് ഗ്രില്ല് ചെയ്യുന്ന മെഷീനാണ്, മീറ്റ് ഗ്രില്ല് ചെയ്യുന്ന മെഷീൻ. അതിൻ്റെ ഇമേജ് പ്രോപ്പറായിട്ട് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്യാസ് സ്റ്റൗ ആണ്. ലൈറ്റ്സ് എല്ലാം ജർമ്മൻ ഇമ്പോർട്ടാണ്. ലാർജ് മീൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. പുള്ളി അടിപൊളിയാണ്. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പണ്ട് മൊമോസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, വെള്ളം സ്റ്റോർ ചെയ്യുന്ന പാത്രങ്ങൾ, ഈ ഒരു സെക്ഷനിൽ മഹാരാജാവ് വേട്ടയ്ക്ക് പോകുമ്പം ഫുഡൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പാത്രങ്ങളാണ് ഇവയെല്ലാം. ഇതൊരു ലാർജ് ക്രോക്കറി ഐറ്റം സ്റ്റോറേജ് സെക്ഷനാണ്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു ഏണിയൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്കും വലിയൊരു സ്റ്റോറേജ് സെക്ഷനാണ്. പല കളർ കോമ്പിനേഷനുള്ള ഈ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് ഈ ലൈറ്റ് അതിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുമ്പം ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. പുതിയ വീടൊക്കെ വെച്ച് കിച്ചണൊക്കെ അറേഞ്ച് ചെയ്യുന്നവർക്ക് ഇങ്ങനൊരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. കാരണം ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് ഗോൾഡിൻ്റെ ക്രോക്കറി ഐറ്റംസ് ആണ്. പിന്നെ ഈ ഒരു സെക്ഷൻ വന്നിട്ട് ഫുഡൊക്കെ ചൂടാക്കി കഴിക്കുന്ന സെക്ഷനാണ്. ഇത് RO ആണ്. ഇത് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു ബോട്ടിലാണ്. ഇവിടെയാണ് ഫുഡൊക്കെ ചൂടാക്കി കഴിക്കുന്ന ഒരു സെക്ഷൻ. കുക്ക് ചെയ്ത ഫുഡ് ഒന്നുകൂടെ ചൂടാക്കി കഴിക്കാം. ഈ ഫ്ലവർ വേസിൻ്റെ താഴെയുള്ളത് ഒരു വാട്ടർ ടാങ്ക് ആണ്. ഇത് കിച്ചണുള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റൊട്ടി മേക്കറാണ്. അങ്ങനെ റോയൽ കിച്ചൺ കാഴ്ചകളൊക്കെ അവസാനിച്ച് മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലസിലെ കാഴ്ചകൾ തീർന്നിട്ടില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.